ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഞാനിന്ന് ലേറ്റ് അടിക്കണം സൂര്യൻ ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് കുറേ ദിവസമായി ഇക്കാക്കിങ്ങനെ കൂടെ വർക്ക് ഉണ്ടായിട്ട് കേട്ടോ. അപ്പം കുട്ടികളെയും കൊണ്ട് ഇപ്പോൾ ഈ വെക്കേഷൻ എവിടേക്കും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നൊന്ന് ഔട്ടിങ്ങിന് പോയിട്ട് ഫുഡൊക്കെ അടിച്ചിട്ട് വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മക്കളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇക്ക റെഡി ആവുന്നുണ്ട്. പിന്നെ എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം? നിങ്ങളൊക്കെ ഇതുപോലെ ടൂറൊക്കെ പോയോ? വെക്കേഷൻ അടിച്ച് പൊളിച്ചോ? ഒരു മിനിറ്റ്. അപ്പോൾ നിങ്ങൾ വെക്കേഷനൊക്കെ എവിടേക്കാണ് പോയത്? അതൊക്കെ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി, കാരണം കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ മാറ്റി റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇച്ചുക്കുട്ടൻ ഞാനും വരട്ടെ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പച്ചി പറഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ വേഗം ഒന്ന് ഇൻട്രോ എടുക്കാൻ വിചാരിച്ചാണ് കേട്ടോ. നമ്മൾ ആദ്യം മാറ്റിയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണം ഇക്കാനെ പുറപ്പെടുപ്പിക്കാൻ. അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്നെ വീഡിയോ എടുക്കാനും ഒന്നിനും അയക്കില്ല, പിന്നെ ഭയങ്കര ധൃതിയായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേഗം മാറ്റി റെഡിയായിട്ട് വെളിയിൽ വന്ന് നിന്നത്. അപ്പോൾ പിന്നെ എൻ്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? ഞാൻ പുതിയ ചുരിദാറാണ്, കാരണം ചെരുപ്പായിട്ടിരിക്കണം കേട്ടോ. പുതിയ ചുരിദാറാണ്. ഇതില്ലേ സൂപ്പറായിട്ടുണ്ടോ? കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പോണ പോക്കിൽ ഉമ്മാനെയും കൂട്ടിയിട്ട് വേണം പോകാൻ. ഉമ്മ പെട്ടെന്ന് പോയിട്ടാ, പിന്നെയാണ് ഞാൻ ചിന്തിച്ചത് ഉമ്മാനെയും കൂട്ടായിരുന്നു എന്ന്. അപ്പോൾ ഉമ്മാനെ കൂട്ടണം, എന്നിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ വെക്കേഷന് ഇനിയിപ്പോൾ സ്കൂൾ തുറന്നിട്ടുണ്ടെങ്കിൽ എവിടേക്കും പോയില്ല. അപ്പോൾ ഔട്ടിങ്ങിനെങ്കിലും ഒന്ന് പോയി ഒന്ന്. പിന്നെ അതുമാത്രമല്ല, കോട്ട മൈതാനത്ത്, ഞങ്ങളുടെ പാലക്കാട് ജില്ലയിൽ കോട്ട മൈതാനത്ത് എന്തൊക്കെയോ പ്രത്യേകതകളൊക്കെ വന്നിട്ടുണ്ട്. അവിടെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നു കേൾക്കണു. അപ്പോൾ അത് കണ്ടിട്ടില്ല. അപ്പോൾ ഇൻഷാല്ലാ പോകുമ്പോൾ, ഇപ്പോൾ സമയം കുറച്ചായിട്ടുണ്ട്, 5 മണിയായി. പോകാൻ പറ്റിയാൽ ഇൻഷാല്ലാ അവിടേക്ക് ഡയറക്റ്റ് കോട്ടയിൽ പോയിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം വേണം ഹോട്ടലിൽ പോകാനായിട്ട് കേട്ടോ. അത് പിന്നെ മസ്റ്റാണല്ലോ. അപ്പോൾ പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഇക്കാക്ക് വർക്ക് വീണ്ടും തുടങ്ങും. അപ്പോൾ പിന്നെ ഇതിനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇന്ന് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ഇനി ഇച്ചുക്കുട്ടൻ വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇക്കച്ചിനെ വിളിച്ചതാണ്. ഇപ്പോൾ ഇച്ചുക്കുട്ടൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പോകല്ലേ? എവിടേക്കാണ്? എന്താ പറയാനുള്ളത്? പറ. ദാരിദ്ര്യം. പോയിട്ട് കുഴിമന്തി കഴിക്കാനാണ് പറയേ. ശരി ശരി ശരി. അപ്പം എന്തായാലും നമുക്ക് വണ്ടിയിൽ ഇരുന്നിട്ടൊക്കെ വിശേഷങ്ങൾ പറയാട്ടോ. കാറൊക്കെ റെഡി ആയിട്ടുണ്ട് ഗായ്സ്. നല്ല ക്ലൈമറ്റിൽ ഇടിച്ചുകൂട്ടാ. എത്ര ഫോട്ടോ എടുക്കുന്നത് വീട്. വേഗം 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 നിക്ക്. മതി, വേഗം വരാൻ പറയും. പൊന്നൂസ് അവിടെ. എന്തായാലും പോട്ടെ, ഇനിയിപ്പോൾ ശരിയാവില്ല. അപ്പോൾ ദാ അങ്ങനെ എല്ലാം മാറ്റി റെഡി ആയിട്ടാ ഞങ്ങൾ വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വണ്ടി. അപ്പം ഇനിയിപ്പോൾ എന്തായാലും പോകുമ്പോൾ തന്നെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉമ്മാനെ പിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് ഉമ്മാനെ എടുക്കണം. എന്നിട്ട് ഞങ്ങൾ ഒപ്പമാണ് പോണത്. ടാറ്റാ കൊടുക്കും. നമ്മള് ഇത് കാണുന്നവർക്ക് ടാറ്റ കൊടുത്തിട്ട് ഞങ്ങൾ പോവുകയാണ്. അയ്യോ അത് വേണം. അപ്പോൾ ദാ ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മാനെ കയറ്റി അതിൻ്റെ ഇടയിൽ ഉമ്മാനെ ഞങ്ങൾ കൂട്ടിയിട്ട് വണ്ടിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാങ്ങളൊക്കെയാണ്. ഇത് ആലത്തൂരാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ പ്ലാൻ ചെയ്തൊക്കെ പൊട്ടിയിട്ടാണ്. കാരണം എന്താ പറയുക, ഉമ്മാനെയൊക്കെ വിളിക്കാൻ പോയപ്പോൾ കുറച്ച് സമയം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക പ്ലാനൊക്കെ മാറ്റി. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും പാലക്കാട്ടേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ നേരം വേണം. അല്ലെങ്കിൽ ലേറ്റായിട്ട് അവിടെ പോയാൽ ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒന്നാമത്തത്
പറ്റില്ല, പിന്നെ വെളിച്ചം ഉണ്ടാവില്ല അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ മടിച്ചു. എന്നാൽ പിന്നെ ഈ അടുത്ത് എവിടെന്നെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്തുനിന്ന് ഒരു ഹോട്ടലുണ്ട്, ഞങ്ങൾ ഇന്നാൾ പോയത് തന്നെയാണ്. കുഴപ്പമില്ല, നല്ല ഫുഡൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടല്ലേ ഉമ്മയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ തന്നെ കഴിക്കുക. പിന്നെ അതുപോലെ അക്കാക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അത്രയും ദൂരം പോയിട്ട് ഒന്നും ടയേർഡായിട്ട് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ അടുത്തേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അമ്മാനെയൊക്കെ കയറ്റി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എന്തായാലും സ്പോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ ഈ ഒരു ഹോട്ടലിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. യമനി മന്തി ഉള്ളൊരു ഭാഗം എരുമിയൂരാണ് തോന്നുന്നു, ആ ഒരു സ്ഥലത്താണ്. ഞങ്ങളുടെ പാലക്കാട് ജില്ലയിൽ ഫേമസ് ആണ് ആ ഭാഗങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അവിടേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് രാത്രി ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഒരു 7 മണി ആ ടൈമൊക്കെയാണ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. മനയൊക്കെ കൂട്ടാൻ പോയപ്പോൾ നേരം വൈകില്ലേ, അപ്പോൾ 7 മണി ആ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർ കൈയൊക്കെ കഴുകി റെഡി ആവുന്നുണ്ട്. പിന്നെ ദൂരത്തൊക്കെ പോയിട്ട് അടിച്ച് പൊളിക്കണം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഇക്കാക്ക് തീരെ ടൈം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ വെക്കേഷൻ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ പോലെ നെല്ലിയാമ്പതി, പോത്തുണ്ടി ഡാമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ ഒന്നിനും ടൈം കിട്ടിയില്ല. അപ്പോൾ ഇച്ചിക്കുട്ടനൊരു സാഡ് മൂഡിലിരിക്കണതാണ്. അപ്പോൾ ഞാൻ അവളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് ചിരിയൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ആ ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മുടെ സ്ഥിരം ഐറ്റം എത്തിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഈ ഒരു സംഭവം കഴിച്ചു തുടങ്ങി പിന്നെ ബിരിയാണിയോട് അത്രയ്ക്ക് പ്രിയം പോരാട്ടാ. വീട്ടിലാണെങ്കിലും ഞാനിപ്പോൾ എന്തെങ്കിലും ബിരിയാണി ഇങ്ങനെ വെച്ച് കഴിക്കണം എന്ന് തോന്നിയാൽ വെക്കാൻ നിൽക്കില്ല, ഭയങ്കര മടിയാണ്. പിന്നെ വേഗം ഇത് കഴിക്കാനായിട്ട് പോകും. അതൊരു എന്താ പറയുക, വീക്ക്നെസ് ആയിട്ട് തന്നെ മാറിയിരിക്കുകയാണ് എന്തായാലും. ആദ്യം എനിക്കിത് ഇഷ്ടമേ അല്ല, അങ്ങനത്തെ ഒരാളായിരുന്നു. ഇത് വെന്തിട്ടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, വേഗാതെ ചോറാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ എന്തോ അതിന് അഡിക്റ്റായി എന്ന് പറയില്ലേ, അങ്ങനെയാണ്. പിന്നെ ഉമ്മക്ക് ഇങ്ങനത്തെ ഒന്നും അങ്ങനെ കഴിക്കില്ല അമ്മ. പക്ഷെ നമ്മൾ പുറത്ത് പോകുമ്പോൾ അതൊക്കെ ഒരു സന്തോഷമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഉമ്മാനെയും കൂട്ടിയതാണ് കേട്ടോ. നമ്മളല്ലാണ്ട് വേറെ ആരപ്പോൾ കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ ഉമ്മാനെയും കൂട്ടിയതാണ്. ഉമ്മക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഉമ്മ ഒരുപാടൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും 1-2 തവണയൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഉമ്മക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങളൊക്കെ എവിടേക്കാണ് വെക്കേഷൻ ടൂർ പോയത് ഇതൊക്കെ എനിക്ക് കമൻസായിട്ട് അറിയിക്കുക. പിന്നെ നിങ്ങൾക്കും ഈ ഒരു പതിവുണ്ടോ, ബിരിയാണി കഴിക്കാണ്ട് ഇതുപോലെ കുഴിമന്തി കഴിക്കാൻ വേണ്ടിയിട്ടും ഇടയ്ക്ക് പുറത്തൊക്കെ പോയിട്ട് ഫുഡൊക്കെ കഴിക്കണം ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്കെല്ലാം ഷെയർ ചെയ്യുന്ന കൂട്ടത്തിലാണ്, അതുകൊണ്ട് ചോദിച്ചെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഭക്ഷണമൊക്കെ കഴിച്ച് റെഡി ആയിട്ടുണ്ട്, ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും എവിടേക്കും പോയില്ലല്ലോ, ഇനി വീട്ടിലേക്ക് തന്നെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ 8:30 ആവാനായിട്ടുണ്ട് കേട്ടോ ടൈം. അപ്പോൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. നമ്മൾ ഒരുപാടൊക്കെ അവിടെ ഇവിടേക്കൊക്കെ പോകാമെന്നൊക്കെയല്ലേ വിചാരിച്ചത്. പക്ഷെ അതിനൊന്നും സമയം കിട്ടിയില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ പോകും. അപ്പോൾ ഒരു ദിവസം തന്നെയല്ലേ വേണ്ടല്ലോ. പിന്നെ റംസാൻ സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട്, 1 ഡേ ടൂറ്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ. എന്തായാലും 2 ദിവസം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് സൺഡേ ആ ദിവസത്തെ വീഡിയോ ആണ്. ഞാൻ ഇത് തിങ്കളാഴ്ചയാണ് കേട്ടോ അപ്ലോഡ് ആക്കണത്. അപ്പോൾ ഈ നമ്മുടെ എല്ലാ വീഡിയോസും ഏറ്റെടുത്ത പോലെ തന്നെ ഈ വീഡിയോസും നിങ്ങൾ ഏറ്റെടുക്കുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്കും ഷെയറും കമൻസൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.